JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്കിന്റെ OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചു, സാറേ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി തരാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കേരള ബാങ്കിന്റെ OA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് കൂടുതൽ നന്നായിട്ട്, അതായത് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഇന്നു തൊട്ടുള്ള ദിവസങ്ങളിൽ കറണ്ട് അഫയേഴ്സിനെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറഞ്ഞത് ഒരു 3 പത്രമെങ്കിലും നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടി ധാരാളം വാർത്തകൾ, നമ്മളെ പ്രധാനപ്പെട്ട വാർത്തകൾ വരാറുണ്ട്. അതുകൊണ്ട് ഒരു 3 പത്രമെങ്കിലും വായിക്കുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ്. കൂടാതെ 36 വയസ്സിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതുകൊണ്ട് തന്നെ ഏജ് ഓവറായിട്ടുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് പഠിത്തത്തിന്റെ ടച്ച് വിട്ടുപോയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പഠിത്തത്തിലേക്ക് പെട്ടെന്ന് വന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ ആദ്യത്തെ ഒരു 25 മിനിറ്റ് മാത്രം, ഒരു ദിവസത്തിൽ ആദ്യം രാവിലെ പഠിക്കുകയാണെങ്കിൽ 25 മിനിറ്റ് മാത്രം പ്രത്യേകം പഠിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. അതിനുശേഷമുള്ള സമയം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നീട് പഠിത്തം തുടരാൻ സാധിക്കുകയുള്ളൂ. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫസ്റ്റ് മെമ്മറിയിൽ നിന്നും സെക്കൻഡ് മെമ്മറിയിലേക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യത്തെ 25 മിനിറ്റ് മാത്രമേ നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ള, ഈ ടച്ച് വിട്ടുപോയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന ഏത് ഉദ്യോഗാർത്ഥികളും അങ്ങനെ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പഠിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കവർ ചെയ്യാം എന്നുള്ള ഒരു ധാരണ, അതൊരു മിഥ്യാധാരണയാണ്. അതൊരിക്കലും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോടെല്ലാം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ പഠിക്കുക. അതിനുശേഷം കുറച്ച് സമയം മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തിയതിനു ശേഷം പിന്നീട് ഒരു അരമണിക്കൂർ പഠിക്കുക. അങ്ങനെ ആണ് നമ്മൾ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഇടയ്ക്ക് നമ്മൾ പഠിത്തത്തിൽ ഇടവേളകൾ കൊടുക്കേണ്ടത് നമ്മുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കുന്നതിനും ഫസ്റ്റ് മെമ്മറിയിൽ നിന്ന് സെക്കൻഡ് മെമ്മറിയിലേക്ക് സ്റ്റോറേജ് ചെയ്യുന്നതിനുള്ള ഒരു കപ്പാസിറ്റി കൂട്ടുന്നതിനൊക്കെ തന്നെ വളരെയധികം പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ റിവിഷനും കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ സിലബസിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനവും, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ, കായിക, സാഹിത്യ, സംസ്കാരം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, അതിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ, ലഘുഗണിതവും മാനസികശേഷി നിരീക്ഷണ പാഠവും, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകൾ, ഇത്രയുമാണ് ഇതിന്റെ OAയുടെ സിലബസ് വരുന്നത്. കൂടാതെ സഹകരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ കേരള ബാങ്ക് രൂപീകൃതമായത് എന്നാണ്, അത് ഏതൊക്കെ ബാങ്കുകളിൽ ഏച്ചാണ് കേരള ബാങ്ക് രൂപീകൃതമായത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ക്ലാസ് കാണാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് കാണേണ്ടതാണ്. കൂടാതെ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് വെച്ച് അതിനകത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, PSC ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനുകളെ സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ, വീക്കെൻഡിൽ മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മോഡൽ എക്സാമുകൾ നമ്മൾ ചെയ്താൽ നമുക്ക് പരീക്ഷയെ ഫേസ് ചെയ്യാനുള്ള നമ്മുടെ പേടി മാറുകയും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ഇടവേളകളിൽ നിങ്ങൾ മോഡൽ എക്സാമുകൾ ചെയ്ത് പരിശീലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഓരോ വീക്കെൻഡിലും നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ റിവിഷൻ ചെയ്ത് പോകേണ്ടതാണ്. അത് പിറ്റേ ദിവസം രാവിലെ, ഇപ്പോൾ ഒരു ദിവസം രാവിലെ, അന്നത്തെ ദിവസം ഇന്നിപ്പോൾ പഠിച്ച കാര്യമാണ്, നാളെ രാവിലെ ഒന്നുകൂടി അത് ആദ്യം ഒന്ന് റിവിഷൻ ചെയ്തതിന് ശേഷം പുതിയ ടോപ്പിക്കിലേക്ക് പോകുന്നത് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. നമ്മൾ റിവിഷൻ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ മെമ്മറി പവറിൽ അത് കൂടുതൽ അടിയുറച്ച് വരുന്നതിനും പിന്നീട് നമുക്ക് നമ്മുടെ പരീക്ഷാ സമയത്ത് അല്ലെങ്കിൽ മോഡൽ എക്സാം ഒക്കെ ചെയ്തു നോക്കുന്ന അവസരത്തിൽ നമുക്ക് ആൻസറുകളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ
നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടും നമുക്കത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ മോഡൽ എക്സാമുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ റിവിഷൻ ചെയ്യുന്നതും വളരെയധികം പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു പോക്കറ്റ് ഡയറി നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ഇന്നു തൊട്ട് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രധാനമായിട്ടും കാണുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പത്രം വായിക്കുന്ന അവസരത്തിലാണെങ്കിൽ പോലും പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ, കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കുറിച്ചു വയ്ക്കുകയും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ അവസരത്തിലും ആഴ്ചയിൽ ഒരാഴ്ച എഴുതി വെക്കുന്ന കാര്യങ്ങൾ ആ ആഴ്ച അവസാനം കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് പഠിക്കുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പരീക്ഷ സമയത്ത് നിങ്ങൾക്ക് ഈ ആൻസറുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സുകൾ വളരെയധികം പ്രയോജനപ്രദമാണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മുടെ മനസ്സിലില്ല, അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകുന്നു എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. പക്ഷേ അല്ല, നമ്മൾ റിവിഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ അത് എപ്പോഴും അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നീട് നമ്മൾ പരീക്ഷാ സമയത്തിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് അത് വരികയും നമുക്കത് കൃത്യമായിട്ട് അത് പരീക്ഷാ ടൈമിൽ എഴുതാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള ഒരു പ്രത്യേകത കാര്യങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഏജ് ഓവറായിട്ട് പഠനത്തിൽ നിന്ന് ടച്ച് വിട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കുറച്ച് സമയം പഠിത്തത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക, ബാക്കിയുള്ള കുറച്ച് സമയങ്ങൾ ഇടവേള എടുത്ത് പഠിക്കുന്ന വളരെയധികം പ്രയോജനപ്രദമായിരിക്കും. ആദ്യം തന്നെ വളരെ സ്പീഡിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നോക്കിയാൽ നമുക്ക് ആകമൊത്തം ഒരു വിരസത ഉണ്ടാവുകയും നമുക്ക് പഠിത്തത്തോടൊരു താല്പര്യം ഇല്ലാതെ വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ക്ഷമയോടുകൂടി തന്നെ പഠനത്തെ സമീപിക്കേണ്ടതാണ്. ചോദ്യങ്ങളെല്ലാം തന്നെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുകയും അത് പിന്നീട് ഓരോ കാര്യങ്ങളും ആ കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് ആവർത്തന ചോദ്യങ്ങളെ കൃത്യമായിട്ട് എഴുതി വെച്ച് ഓരോ ആഴ്ചയിലും പഠിക്കുകയും ചെയ്യുക. ഓരോ ദിവസവും ആവർത്തന ചോദ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തുക. അങ്ങനെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് OAക്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് ഏറ്റവും ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ ക്ലാസ്സുകളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. യൂട്യൂബ് വഴി ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെയ്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക. സിലബസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.